Hello everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാനൊരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അമ്മുവിൻ്റെ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള പാക്കിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മു ഇല്ലാണ്ട് അമ്മുവിൻ്റെ പാക്കിംഗ്, അമ്മുവിന് എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തത് ഞാനാണ്. അപ്പോൾ അമ്മുവിൻ്റെ ആവശ്യമില്ല, അമ്മുവിന് അറിയത്തില്ല അവളുടെ എല്ലാ സാധനങ്ങളും എവിടെ ഇരിക്കുന്നതെന്ന് പോലും. സോ ആ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. കുറച്ച് പേർക്കെങ്കിലും എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്നവർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു കണ്ടൻറ് ഇടുന്നത്. മെയിൻലി അമ്മുവിന് 3 ട്രോളി ബാഗ്സ് ആണുള്ളത്. അമ്മുവിന് വെയിറ്റ് വന്നിട്ട് 35 kg പ്ലസ് 7 ക്യാബിൻ ബാഗിൻ്റെ വെയിറ്റാണ് വരുന്നത്. അപ്പം ഈ 3 ട്രോളീസ് എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യമേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു വലിയ ട്രോളിയിൽ ഈ 35ഉം ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്യാബിൻ ബാഗ് സെപ്പറേറ്റ് 7 kg ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് 1 പീസിൽ ഒരിക്കലും 35 kg ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, 32 വരെയൊക്കെ മാക്സിമം പോകാൻ പറ്റത്തുള്ളൂ എന്ന്. അതുപോലെ ഇപ്പം നമുക്ക് 35 kg എന്ന് പറഞ്ഞാൽ മൊത്തം ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകുന്നവരെ സംബന്ധിച്ച് കുറവായിട്ടുള്ള kg ആണ്. അത് ഓരോ എയർലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും 35 ആണോ 45 ആണോ എന്ന്. ഒരു മിനിമം റേറ്റിൽ 45 kg എടുക്കാൻ പറ്റുന്നതായിരിക്കും നല്ലത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് kg അറിയുന്നത്. ചില എയർലൈൻസിൽ 25ഉം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി. അത് ഓരോ എയർലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇത് മീഡിയം സൈസുള്ള ട്രോളിയാണിത്. കോഡൊന്നും മറന്നു പോകില്ലെന്നുള്ളവർക്ക് ഇവിടെ കോഡ് സെറ്റ് ചെയ്യാം നമുക്ക് ബാക്കിൽ. എന്നിട്ട് ആ കോഡ് അടിച്ചാൽ ഇതിങ്ങനെ ഓപ്പൺ ആയി വരും കേട്ടോ. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട്സ് ഇൻ ദിസ് ട്രോളി ബാഗ്. ഈ ട്രോളി ബാഗിലെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ട്രോളീസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമുക്ക് 35 kg ഒക്കെ ഉള്ളെങ്കിൽ ഈ ട്രോളിയുടെ വെയിറ്റ് തന്നെ നല്ല വെയിറ്റ് വരുന്നുണ്ട്. അമ്മുവിൻ്റെ ചെറിയ ട്രോളിക്ക് ഒരു 2.5ഉം ഈ മീഡിയം ട്രോളിക്ക് 3.5ഉം പിന്നെ വലിയ ട്രോളിക്ക് ഒരു ഓൾമോസ്റ്റ് 5 kg അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രോളി ബാഗ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് വെയിറ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാഷനിലാണ്. ഇത് മെയിൻലി വന്നിട്ട് അമ്മുവിൻ്റെ ഫയൽസ് ഉണ്ട് ഇതിനകത്ത്. ഇത് കട്ടിംഗ് ബോർഡ്, ഫയൽസ്, കാര്യങ്ങളൊക്കെയാണ് മേളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലോക്ക് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും അതവിടെ സെക്യൂർ ആയിട്ടിരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മൾ ഹോട്ട് വാട്ടർ ബാഗ് വെച്ചിട്ടുണ്ട്. ഇത് സൈഡിൽ ചപ്പൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലാങ്കറ്റ്സ് അല്ല, നമ്മുടെ ഹുഡീസ് പോലെ തണുപ്പിന് യൂസ് ചെയ്യുന്ന കൂട്ട് ടോപ്പാണ്. പിന്നെ ഇതവളുടെ ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ബോക്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനം. ഇതൊരു ചപ്പൽസ്. പിന്നെ ഇവിടെ ജീൻസസ്, വെയിറ്റ് വരുന്ന സാധനങ്ങളൊക്കെയാണ്. ഒരു ജീൻസിന് തന്നെ ഓൾമോസ്റ്റ് ഒരു 1/2 kg അടുത്ത വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് വരുന്ന സാധനങ്ങൾ പ്ലസ് മുകളിൽ സെക്യൂർ ആയിരിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ഒരു ലെയറിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനിൽ എന്താണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദിസ്. ഇതാണ് ഈ ഒരു പോർഷനിൽ. ഇവിടെ ഇന്നർവിയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, സോക്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ ഡ്രസ്സസ്, ട്രഡീഷണൽ ഡ്രസ്സസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അത്യാവശ്യം പുറത്തു പോകേണ്ട ഔട്ട്ഫിറ്റ്സ്, കാഷ്വൽ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഡ്രസ്സസാണ് മെയിൻലി ഈ ഒരു കളിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ക്യാബിൻ ബാഗാണ് അമ്മുവിൻ്റെ. അപ്പം ഇത് നമ്മൾ മെയിൻലി ഡ്രസ്സസ് ആണ് അറേഞ്ച് ചെയ്തത്. കാരണം ക്യാബിൻ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. പിന്നെ വിത്ത് ഈ ക്യാബിൻ ബാഗിൻ്റെ വെയിറ്റ് അടക്കം മൊത്തം വരാൻ പറ്റുന്നത്
7 kg ആണ്. 7 up to 8 ഒക്കെ വരെ പോകാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഡ്രസ്സസ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യേണ്ട ഡ്രസ്സസ് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് ചെയ്തേക്കുന്നത് ഈ ഒരു കള്ളിക്കകത്ത്. പിന്നെ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. മൊത്തം 8 kg വരെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് വല്ല ഫുഡ് ഐറ്റംസും കയറ്റാൻ വേണ്ടി. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു ഇതിനകത്ത് നമ്മൾ മെയിൻലി എന്താണെന്ന് വെച്ചാൽ ക്യാബിൻ ബാഗിൽ സ്പേസ് അത്യാവശ്യമുണ്ട്. കാരണം എല്ലാ ചെറിയ ഡ്രസ്സസുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വെയിറ്റ് വരുന്ന ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്, ജീൻസ്, പിന്നെ 2 ഹുഡീസും വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്യാബിൻ ബാഗിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊത്തം 7 kg എന്നാണ് പറയുന്നത്. up to 8 പോകാൻ പറ്റുമായിരിക്കും എന്നൊക്കെ കേട്ടു. അപ്പോൾ ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ഇത് നമ്മുടെ കുക്കർ സാധനങ്ങൾ, നമ്മുടെ കപ്പ്, ഇതിനകത്തൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് വെക്കുവാണ്. ഇത് നമ്മുടെ ബോഡി വാഷ് അതുപോലത്തെ സാധനങ്ങൾ ഇതുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് അലോവേറ സാധനങ്ങൾ. ഇത് നമ്മുടെ അരി വറുക്കുന്ന സാധനം, അതിനകത്ത് ഡ്രസ്സ് വെച്ചേക്കുന്നു. പിന്നെ നമ്മുടെ പുട്ടിൻ്റെ എന്തോ സാധനം, നമ്മുടെ ചായ വെക്കുന്ന സാധനങ്ങൾ, നമ്മുടെ ഇതെന്നാ ഇത് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ സാധനങ്ങളൊക്കെ പൊടികൾ സാധനങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് അത്യാവശ്യം എന്നാൽ നൂഡിൽസുകളും സാധനങ്ങളൊക്കെ. ഇനി നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് എന്നാന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾക്ക് ഇത് കണ്ടോ ഷാമ്പൂ ഐറ്റംസ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഡ്രസ്സുകൾ തിരുകാം. പിന്നെ ഇതുപോലെ കിലുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് ഇതിനകത്ത് തിരികെ വെച്ചേക്കുന്നത്. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് കയറാൻ പറ്റുന്ന സിമ്പിൾ ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കയറ്റി വെക്കാം. ഡ്രസ്സുകൾ ഇങ്ങനെ തിരികെ വെക്കാം. ഇങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങൾ നമുക്ക് ഫിക്സ് ആക്കി വെക്കാം. അപ്പോൾ ഗൈസ്, ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ട്രോളി പാക്കിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാമെന്നൊക്കെ ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഈ ടിപ്സൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്കും പാക്ക് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ്, ഇങ്ങനെ യൂസ്ഫുൾ വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് എൻ്റർടൈനിങ് വീഡിയോസൊക്കെയാണ് വരുന്ന ചാനലിൽ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. Until next video, bye bye.